നസ്കർ, ഇന്നലെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരെയും കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ ദിനമായിരുന്നു. 102 സീറ്റ് നേടി UDF അധികാരത്തിലെത്തി. കോൺഗ്രസ് പാർട്ടിക്ക് 63 സീറ്റ് നേടി. ഈ 63 MLA-മാരും ഇന്നലെ തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തെത്തി. AICC നിരീക്ഷകരുമായി സംസാരിച്ച് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് MLA-മാർ എത്തിയത്. ഈ സമയത്ത് ഇവരെ ഒരുമിച്ച് കാണാനുള്ള ആഗ്രഹത്തിൽ മത്സരരംഗത്തില്ലാത്ത നേതാക്കന്മാർ ആഹ്ലാദത്തോടെ KPCC ഓഫീസിന് മുൻപിലെത്തി. അക്കൂട്ടത്തിൽ എത്തിയ ഒരു മുതിർന്ന നേതാവാണ് ചെറിയാൻ ഫിലിപ്പ്. മോഹമുക്തനായ കോൺഗ്രസ്സുകാരൻ എന്ന് EMS നമ്പൂതിരിപ്പാട് വിശേഷിപ്പിച്ച ചെറിയാൻ ഫിലിപ്പ് ഇടക്കാലത്ത് തുടർച്ചയായി അവഗണന ഉണ്ടായപ്പോൾ CPM ക്യാമ്പിലേക്ക് പോയി. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് അവിടെ അർഹമായ പരിഗണനയോ അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിന്നുള്ള വിജയമോ ഉണ്ടായില്ല. ഒടുവിൽ പിണറായിസ്റ്റ് ഭീകരതയോട് സന്ധി ചെയ്യാൻ കഴിയാതെ അദ്ദേഹം CPM-നോടുള്ള ചെങ്ങാത്തം വിട്ട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തി. കോൺഗ്രസിലേക്ക് ചെറിയാൻ ഫിലിപ്പ് എത്തിയത് ഉപാധികളില്ലാതാണ്. ഇന്നേ വരെ ഒരു പദവിയിലും എത്തിയിട്ടില്ലാത്ത ചെറിയാൻ ഫിലിപ്പ് ഉമ്മൻചാണ്ടിയുടെയും ആൻ്റണിയുടെയും കരുണാകരൻ്റെയും ഒക്കെ സുഹൃത്തായിരുന്നു. എന്നിട്ടും ചെറിയാൻ ഫിലിപ്പിനെ ഒരു MLA പദവി പോലും ഇതുവരെ പാർട്ടി നൽകിയിട്ടില്ല. പക്ഷെ അതിലൊന്നും നിരാശയില്ലാതെ ചെറിയാൻ ഫിലിപ്പ് സകല കോൺഗ്രസ് MLA-മാരെയും അഭിവാദ്യം ചെയ്യാൻ KPCC ആസ്ഥാനത്തിന് മുമ്പിൽ നിൽക്കുന്നു. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ, മുതിർന്നവരെന്നോ ചെറുപ്പക്കാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ MLA-മാരെയും അദ്ദേഹം കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു. ഇക്കൂട്ടത്തിൽ വനിതാ നേതാക്കളുമുണ്ട്. വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ MLA-മാരും ആലിംഗനം സ്വീകരിച്ച് അകത്തേക്ക് പോയി. അതിനിടയിലാണ് കൊല്ലം MLA ബിന്ദുകൃഷ്ണ എത്തുന്നത്. ബിന്ദുകൃഷ്ണ ചെറിയാൻ ഫിലിപ്പിനെ കൈകൂപ്പി അഭിവാദ്യം ചെയ്യുകയാണ്. പക്ഷേ ചെറിയാൻ ഫിലിപ്പ് അതിനു മുമ്പ് വന്ന നേതാക്കളെ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചതുപോലെ ബിന്ദുകൃഷ്ണയെയും ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുന്നു. ബിന്ദുകൃഷ്ണ ആ ആലിംഗന ശ്രമം തിരസ്കരിക്കുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ചാനൽ ക്യാമറകൾ പകർത്തുന്നു. ഉടനടി ഒരു വൃദ്ധൻ്റെ ലൈംഗിക മോഹം എന്ന തരത്തിൽ ഇത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാകുന്നു. വാസ്തവത്തിൽ ഈ പ്രചരണത്തിന് കാരണമായത് മുഴുവൻ വീഡിയോയും കണ്ടവർക്കോ ചെറിയാൻ ഫിലിപ്പിനെ അറിയാവുന്നവർക്കോ ചെറിയാൻ ഫിലിപ്പ് അത്തരക്കാരനല്ല എന്നറിയാം. രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമായി വിവാഹം പോലും നിഷേധിക്കപ്പെട്ട വ്യക്തിയാണ് ചെറിയാൻ ഫിലിപ്പ്. വയസ്സ് 70 പിന്നിട്ടു. ആ ചെറിയാൻ ഫിലിപ്പിനെ ക്യാമറകൾക്ക് മുമ്പിൽ പരസ്യമായി വനിതാ നേതാക്കളെ കെട്ടിപ്പിടിച്ച് നിർവൃതി അടയേണ്ട സാഹചര്യമൊന്നുമില്ല. എല്ലാ നേതാക്കളെയും കെട്ടിപ്പിടിച്ച പോലെ തന്നെ അദ്ദേഹം ബിന്ദുകൃഷ്ണയെയും കെട്ടിപ്പിടിച്ചതാണ്. പക്ഷേ തന്നെ ഒരു പുരുഷൻ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാവാം ബിന്ദുകൃഷ്ണ അത് നിരസിച്ചു. ചെറിയാൻ ഫിലിപ്പിനെ ഒരൊറ്റ പെശക് മാത്രമേ സംഭവിച്ചുള്ളൂ. കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കൈകൂപ്പി നിരസിച്ചത് തിരിച്ചറിഞ്ഞ് പിന്നീട് ശ്രമം തുടരരുതായിരുന്നു. പക്ഷേ ചെറിയാൻ ഫിലിപ്പ് വീണ്ടും കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇതൊരു അശ്ലീല കാഴ്ചയായി വ്യാപിച്ചത്. ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. പലരും ഒരു വൃദ്ധൻ്റെ ലൈംഗിക മോഹം എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നു. അത് ചെറിയാൻ ഫിലിപ്പിനെ അറിയാത്തവർ ചെറിയാനോട് കാട്ടിയ അന്യായമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ചെറിയാൻ ഫിലിപ്പിൻ്റെ ഭാഗത്ത് ചില വീഴ്ചകൾ പറ്റി എന്നത് സത്യമാണെങ്കിലും അതിനെ ഇത്ര അശ്ലീലമായി പൊലിപ്പിച്ചു കാണിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. അനേകം പേരാണ് ചെറിയാൻ ഒരു മാനസിക ലൈംഗിക രോഗിയാണ് എന്ന തരത്തിൽ പ്രചരിപ്പിച്ചത്. അവരോടൊന്നും ഒരു യോജിപ്പും എനിക്കില്ല. ഇതേക്കുറിച്ച് PK ഷിബി ഇങ്ങനെ എഴുതുന്നു: ഓരോ നാട്ടിലെയും കൾച്ചർ, സംസ്കാരമൊക്കെ വ്യത്യസ്തമാണ്. മലയാളികൾ കുറച്ച് ഓർത്തഡോക്സ് ചിന്താഗതിക്കാരാണ്. ഹസ്തദാനം, ആശ്ലേഷമൊക്കെ സാധാരണ ശീലമല്ല. പ്രത്യേകിച്ച് എതിർലിംഗത്തിൽപ്പെട്ട ആൾക്കാരുമായി പുതിയ തലമുറ വ്യത്യസ്തമാണ്. എൻ്റെ അനുഭവം, കേരളത്തിന് പുറത്തുള്ള കൂട്ടുകാരെ കാണുമ്പോൾ അവർ നമ്മളെ ഹഗ് ചെയ്യും. അതിൽ ആൺപെൺ വ്യത്യാസമൊന്നുമില്ല. അവരുടെ വീട്ടിൽ ചെന്നാൽ മുതിർന്നവരുടെ കാൽ തൊട്ട് വന്ദിക്കണം. അവർ നമ്മളെ അനുഗ്രഹിക്കും, മറ്റുള്ളവർ ആശ്ലേഷിക്കും. അതിൽ ആൺപെൺ വ്യത്യാസമൊന്നുമില്ല. വെറുതെ ഒരു നിമിഷം ഒന്ന് ചേർത്ത് പിടിക്കുക എന്നേ ഉള്ളൂ. നമ്മുടെ അനുവാദമൊന്നും ആരും ചോദിക്കാറില്ല. അതവരുടെ സംസ്കാരമാണ്. ആദ്യമൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ ശീലമായി. ഇപ്പോൾ മറ്റ് സംസ്ഥാനത്തെ കൂട്ടുകാരെ കാണുമ്പോൾ അവരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ ആദ്യം അവരെ ഹഗ് ചെയ്യാൻ എനിക്കൊരു വിഷമവുമില്ല. അതുപോലെയാണ് ഇന്ന് നടന്ന ചെറിയാൻ ഫിലിപ്പ് ബിന്ദുകൃഷ്ണ വിഷയം. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ, പ്രത്യേകിച്ച് X-ൽ ചെറിയാൻ ഫിലിപ്പും ബിന്ദുകൃഷ്ണയും മാത്രമുള്ള വീഡിയോ ക്ലിപ്പിംഗാണുള്ളത്. കൂടുതലും മറ്റ് സംസ്ഥാന ഹാൻഡിലുകളിൽ. അതിൻ്റെ ക്യാപ്ഷനുകളും വളരെ മോശമാണ്. കോൺഗ്രസ് പാർട്ടിയിലെ സ്ത്രീകളുടെ അവസ്ഥ എന്നതാണ് കൂടുതൽ അടിക്കുറിപ്പ്. ഞാനും ഒരു തമാശയ്ക്ക് ബിന്ദുവിൻ്റെ ഭാഗം മാത്രമുള്ള ക്ലിപ്പ് ഷെയർ ചെയ്തിരുന്നു. പിന്നെയാണ് X-ൽ ബഹളം കണ്ടത്. സത്യത്തിൽ ആ വീഡിയോ മുഴുവനായി കണ്ടപ്പോഴാണ് ചെറിയാൻ ഫിലിപ്പ് എല്ലാവരെയും സതീശിനെ പോലും സ്വീകരിച്ചത് കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചുമൊക്കെയാണെന്ന് മനസ്സിലായി. യുവതിയായ ഒരു രമ്യ ഹരിദാസിനെയും ഉമാ തോമസിനെയും ഒക്കെ അദ്ദേഹം ആശ്ലേഷിക്കുന്നുണ്ട്. ശരിയോ തെറ്റോ എന്നത് വേറെ കാര്യം. ഒരുപക്ഷെ 10 കൊല്ലങ്ങൾക്ക് ശേഷം അധികാരം കിട്ടിയതിൻ്റെ ആവേശമാകാം. കൂടാതെ ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ ജീവിച്ച അദ്ദേഹത്തിന് അതൊരു വലിയ കാര്യമായിരിക്കില്ല.
ബിന്ദുകൃഷ്ണൻ അതൃപ്തി പ്രകടിപ്പിച്ചപ്പോൾ ചെറിയാൻ ഫിലിപ്പ് പിൻവാങ്ങേണ്ടിയിരുന്നു. ഒപ്പം ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ബിന്ദുവിനും വേണമെങ്കിൽ രംഗം വഷളാക്കാതെ നോക്കാമായിരുന്നു. ഏതായാലും നൂറുകണക്കിന് മനുഷ്യരുടെയും ക്യാമറകളുടെ മുൻപിൽ വെച്ച് നിഷ്കളങ്കമായി ചെയ്തു പോയ ഒരു കാര്യത്തിന് പേരിൽ 71 വയസ്സുള്ള ചെറിയാൻ ഫിലിപ്പിനെ ഒരു സ്ത്രീലമ്പടനാക്കി ട്രോളുന്നത് മോശമാണ്. ഒപ്പം ഇതാണ് കോൺഗ്രസിൻ്റെ സ്ത്രീയുടെ അവസ്ഥ എന്ന് പറയുന്നതും. ഈ വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടു നോക്കൂ. ഷിബി പറഞ്ഞത് തന്നെയാണ് എൻ്റെ നിലപാടും. വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ ഞാൻ സ്ത്രീകളെ പുരുഷന്മാരെയൊക്കെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കാറുണ്ട്. എന്നാൽ അവർക്ക് താല്പര്യമില്ല എന്ന് തോന്നിയാൽ നമ്മളതിന് മുതിരുകയില്ല. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സ്ത്രീയുടെ ശരീരത്തിൻ്റെ മേൽ അവൾക്കുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എങ്ങനെ സ്പർശിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവളാണ്. അത് പുരുഷന്മാർ ഗൗനിക്കേണ്ടിയിരിക്കുന്നു. ദിവ്യ ജോൺ ഇങ്ങനെ എഴുതുന്നു: ആലിംഗനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ചില ആളുകൾ ചെറുപ്പം മുതൽ ആൺപെൺ വ്യത്യാസമില്ലാതെ തുറന്ന കൈകളോടെ ആയിരിക്കും ആളുകളെ സ്വീകരിക്കുന്നത്. അതെല്ലാവരെയും കൊണ്ട് സാധിക്കുന്നൊരു കാര്യമല്ല. രണ്ട് വ്യക്തികൾക്കും സ്വീകാര്യമാണെങ്കിൽ വളരെ നല്ലതും. എന്നാൽ അത് സ്വീകരിക്കുന്നവർക്ക് അത് ഊഷ്മളതയും സ്വീകാര്യതയും ഇല്ലെങ്കിൽ ഏറ്റവും അരോചകമായേക്കാവുന്ന ഒരു ശീലമാണത്. അത് പുരുഷൻ സ്ത്രീ എന്ന് മാത്രമല്ല, പുരുഷൻ പുരുഷനെയും സ്ത്രീ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും ആലിംഗനം ചെയ്താലും അത് അങ്ങനെ തന്നെ. എതിർവശത്ത് നിൽക്കുന്നവരുടെ മുഖഭാവം, ശരീരഭാഷ, കൈകളുടെ ഭാഷ ഒക്കെ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. അതെല്ലാം പ്രതികൂലമെങ്കിൽ അത് അവരുടെ ശരീരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ ദൂരപരിധിയിൽ അടുപ്പമുള്ള ദൂരം, വ്യക്തിഗത അകലം, സാമൂഹിക അകലം, പൊതു അകലം എന്നുണ്ട്. ഇതിൽ അടുപ്പമുള്ള ദൂരം രണ്ട് വ്യക്തികൾ തമ്മിൽ 0 മുതൽ 18 ഇഞ്ച് വരെ എന്നൊക്കെയാണ് കണക്കാക്കുക. ആലിംഗനം ഒരു ദൂരപരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അതിൽ രണ്ട് വ്യക്തികളുടെയും പൂർണ്ണമായ സമ്മതം വേണം. അല്ലാത്തതെന്നും ശരീരത്തിന് മേലുള്ള കടന്നുകയറ്റം തന്നെയാണ്. മുഴുവൻ ശരീരം കൊണ്ട് മുൻപിൽ നിന്നല്ലാതെ സ്വസ്ഥമായ വശത്തു നിന്നും ആലിംഗനം ചെയ്യുന്നവരുണ്ട്. വ്യക്തിപരമായി ഞാനൊരു സോഷ്യൽ ഹഗ് പേഴ്സൺ അല്ല. ഇൻറ്റിമേറ്റ് വേറെ ഗണമാണല്ലോ. അടുപ്പമുള്ള കൂട്ടുകാരെയും മുതിർന്നപ്പോൾ മക്കളെയും വശത്ത് ചേർന്ന് നിന്ന് കൈ പിറകിൽ കൂടിയോ മുന്നിൽ കൂടിയോ ചുറ്റാറുണ്ട് എന്നല്ലാതെ മുന്നിൽ നിന്ന് ആലിംഗനം ചെയ്യുന്നതിലോ സ്വീകരിക്കുന്നതിലോ അസ്വസ്ഥതയുണ്ട്. ഓരോരുത്തർക്കും തികച്ചും വ്യക്തിപരമായ കാര്യമാണത്. ചെറുപ്പത്തിൽ ഓർമ്മയുള്ള ചില കാര്യങ്ങൾ ഒന്നാണ് എൻ്റെ കസിൻ ബ്രദറിൻ്റെ ആലിംഗനശീലം. നമ്മുടെ അച്ഛനമ്മമാരെയും മറ്റ് ആൻറ്റി അങ്കിൾ കസിന്മാരെയും എല്ലാം ഒരേപോലെ തന്നെയായിരുന്നു പുള്ളിയുടെ ആലിംഗനവും കവിളിൽ മുത്തവും. എന്നാൽ അത് രണ്ടും സ്വീകരിക്കുന്നതിൽ വളരെ അസ്വസ്ഥത തോന്നിയിരുന്നതുകൊണ്ട് അടുത്തു വരുന്ന ഉടനെ കൈപൊക്കി ഉള്ളം കൈയിൽ അടിച്ചിട്ട് കടന്നു പോകുമായിരുന്നു. ഒരിക്കൽ പോലും പിടിച്ചു നിർത്തുകയോ ബലമായി ആലിംഗനം ചെയ്യുക ശ്രമിക്കുകയോ ചെയ്തിരുന്നില്ല. ആ ബോധം അതുണ്ടാകണം. ആസ് സിമ്പിൾ ആസ് ദാറ്റ് എന്നാണെങ്കിലും അതത്ര സിമ്പിൾ അല്ല. ഗൗരവമേറിയ ഒരു ചിന്ത തന്നെയാണ് ഇത് മുമ്പോട്ട് വയ്ക്കുന്നത്. സ്നേഹമുള്ളവരെ ആലിംഗനം ചെയ്യുന്ന ശീലമുള്ള എനിക്ക്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മാനസികമായി അടുപ്പമില്ലാത്തവർ കെട്ടിപ്പിടിക്കുന്നത് അരോചകമാണ്. ചെറിയാൻ ഫിലിപ്പ് ഒരു സ്ത്രീലമ്പടനായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അത് അദ്ദേഹത്തിൻ്റെ ശീലമാണ്. ആ ശീലത്തിൽ കുറച്ചുകൂടി ഔചിത്യമുണ്ടായിരുന്നെങ്കിൽ ഈ വിവാദം ഒഴിവാകുമായിരുന്നു.